ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിവിടെ ഒരു പുതിയ സാധനം അൺബോക്സ് ചെയ്യാനായിട്ട് പോകണം. നാളെ എൻ്റെ സ്കൂൾ ടൂറാണ് കേട്ടോ. അപ്പം അതിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് യൂസ് ആവും. നമ്മൾ എന്ത് അവിടെ നിന്ന് കഴിക്കാൻ കൊണ്ടുപോയാലും നമ്മളെ കയ്യിൽ ഒരു ബാഡ് സ്മെല്ല് അങ്ങനെ ഒന്നും വരില്ല. അതിന് കാരണം എന്താണ്? ഈ നെയിം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? വേണമെങ്കിൽ ഞാൻ നെയിം പറഞ്ഞു തരാം. അത് ഇതിൽ കമൻ്റ് ഇടാം. PAPERSHOP. ആ സ്പെല്ലിങ് ഫുള്ളായി കേട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞേക്കണേ. അപ്പോഴാണെങ്കിൽ നമുക്ക് നല്ല ഡെക്കറേഷനൊക്കെ ചെയ്ത് ഇതാക്കിയിട്ടുണ്ട്. നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം. ഇത് ഞാൻ ഉണ്ടാക്കിയത് തന്നെയാണ് കേട്ടോ. അപ്പോൾ കണ്ടാലേ മനസ്സിലാവും. അങ്ങനെ നമ്മൾ അൺബോക്സ് ചെയ്തിരിക്കുന്നു. ഓയ്യോ, അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താണ്? പേപ്പർ സോപ്പ്. നമ്മൾ കുറച്ച് പേപ്പർ സോപ്പേ വെച്ചുള്ളൂ. അത്രയും മതിയായിരുന്നു. അത്രയൊക്കെ മതി പേപ്പർ സോപ്പായിട്ട്. അങ്ങനെ ഞാൻ തന്നെ ഉണ്ടാക്കിയ പേപ്പർ സോപ്പ് ഞാൻ തന്നെ കാണുമ്പോൾ ഒരു സുഖമുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു മെത്തേഡ് അറിയണമെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ നമുക്കിതിൻ്റെ ഒരു മെത്തേഡായിട്ട് നോക്കാം. മെത്തേഡ് ചെയ്യാനായിട്ട് നമുക്ക് നോക്കാം കേട്ടോ. ഇപ്രാവശ്യം നമുക്ക് ചെറിയൊരു പാടുണ്ട് മെത്തേഡ് കാണിക്കാനായിട്ട്. അപ്പം അടുത്ത വട്ടം ഇത് ചെയ്യുമ്പോൾ നമുക്ക് മെത്തേഡ് കാണിച്ചു തരാം. ഇവിടെ ദാ സൈഡിൽ ബാക്കി പേപ്പർ സോപ്പൊക്കെ ഉണങ്ങാൻ വെച്ചിരിക്കുന്നതേ ഉള്ളൂ. ഇതുണ്ടോ? നല്ല മണം. ബാക്കി പേപ്പർ സോപ്പൊക്കെ ഉണങ്ങാൻ വേണ്ടി വെച്ചിരിക്കുന്നതേ ഉള്ളൂ. അധികം പേപ്പർ സോപ്പ് ഞാൻ അവിടെ കൊണ്ടുപോകുന്നില്ല. നമ്മൾ ഒരു രാവിലെ 8 മണിക്ക് പോയിട്ട് രാത്രി ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കിനാണ് തിരിച്ചു വരുന്നത്. അപ്പോഴത്തേക്ക് ഒരു പിടിച്ചിരിക്കാൻ വേണ്ടിയുള്ള പേപ്പർ സോപ്പൊക്കെ ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. ഇതിൽ കുറേ വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്സ് എല്ലാം കൂടി എടുത്ത് തൂത്ത് ഒരു പരിവാക്കും. അത് ഉറപ്പാണ്. ഇപ്പോൾ എല്ലാ ദിവസവും ഞാൻ ഈ ഒരു പേപ്പർ സോപ്പ് ഇപ്പം ഞാൻ ഉണ്ടാക്കിയതാണ്. ഇനി നാളെ ടൂറിന് പോകുന്നിട്ട് കുറച്ച് മുമ്പ് ഞാൻ ഇതെടുത്ത് ഒന്നും കൂടി ഇതിൽ സോപ്പൊക്കെ ഒഴിച്ച് സെറ്റാക്കി വെച്ച് ഇതൊക്കെ ഉണക്കി വെച്ചിട്ടാണ് ഞാൻ ഇത് പിന്നെയും ഈ സെയിം കവറിൽ തന്നെ ആക്കി വെച്ച് സ്കൂളിൽ കൊണ്ടുപോകും. ഇതുവരെ ഒന്നും പാക്ക് ചെയ്തിട്ടില്ല, സത്യം പറയാലോ. പാക്ക് ചെയ്യാൻ കിടക്കുന്നതേ ഉള്ളൂ കേട്ടോ. ബിസ്ക്കറ്റ് അങ്ങനെയൊക്കെ കൊണ്ടുപോകണം. അവിടുന്ന് ഉച്ചയ്ക്ക് കഴിക്കാൻ എന്ത് തരുമെന്ന് അറിയത്തില്ല. 8 മണിക്കല്ലേ പോകുന്നത്. അപ്പം ഉച്ചയ്ക്കൊക്കെ കഴിച്ചിട്ടായിരിക്കുമല്ലോ അപ്പോൾ. അമ്മേ, 8 മണിയാവുന്നവരെ കാത്തിരിക്കണം ഗൈസ് നാളെ. പക്ഷെ പെട്ടെന്ന് 8 മണിയാകും. 8 മണിയാകും കുറച്ച് നേരമേ ഉള്ളൂ. ഞാൻ 7 മണിക്ക് എഴുന്നേൽക്കും. എന്നിട്ട് ചിലപ്പോൾ ഇന്ന് പാക്ക് ചെയ്യും ഡ്രസ്സൊക്കെ, അല്ലെങ്കിൽ നാളെ പാക്ക് ചെയ്യും. നാളെ സമയമുണ്ടല്ലോ. 7 മണിക്ക് എണീറ്റാൽ കുളിച്ച് റെഡിയായി അപ്പം തന്നെ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് വധിച്ചാൽ പോരെ. ഇപ്പം തന്നെ വെച്ച് കഴിഞ്ഞാൽ അത് ചീത്തയായിപ്പോൾ. അപ്പം നമുക്ക് പേപ്പർ സോപ്പിൻ്റെ റിസൾട്ട് അറിയണ്ടേ. അപ്പോൾ ഞാൻ വെള്ളം സംഘടിപ്പിക്കാനായിട്ട് അങ്ങോട്ട് പോകാം. വെള്ളം ഒഴുകാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഓടുന്നത്. നമ്മളിപ്പോൾ ഹാളിലാണ് കേട്ടോ. ഹാളിലാണ് നമ്മളിപ്പം. ജഗ് എടുത്തിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ഫോൺ ഇതിൻ്റെ സ്ഥലത്ത് തന്നെ വെച്ചിട്ടുണ്ട്. ജഗ് ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ പോയി ഒരു പാത്രം എടുത്തിട്ട് വരാം. അതിനകത്തേക്ക് ഈ വെള്ളം ഒഴിക്കാം. അതാണ് പെർഫെക്റ്റ്. ഇപ്പോൾ ഗായ്സ്, ഒരു പ്രശ്നമുണ്ട്. പാത്രം എടുത്തപ്പോഴാണ് കണ്ടത് ഈ കാഴ്ച. ഈ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന സംഭവം ഗ്ലൂ ആണ് ഗായ്സ്. എന്ത് ചെയ്യാൻ പറ്റും?
ഇതൊക്കെ എടുക്കാൻ പറ്റണില്ല. അമ്മേ പാടട്ടാ. ഗ്ലൂ ആണെന്ന് തോന്നുന്നു. സാധനം കണ്ടോ? കണ്ടോ അത്ര കട്ടിയിട്ടിരിക്കുകയാണ്. ഇതെങ്ങനെ ഇളക്കിയെടുക്കും? ഇത് ഇളക്കിയെടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. നമുക്ക് വേറെ പാത്രം എടുത്തിട്ട് വരാം. നമ്മളൊരു ഓൾഡ് പാത്രം എടുത്തിട്ടുണ്ട്. പഴയ ഞാൻ പെയിൻറ് ചെയ്ത പാത്രമാണ്. കണ്ടോ? നമുക്കതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് വെച്ച് നോക്കാം. ചിലപ്പോൾ പണി പാളിപ്പോകും കേട്ടോ. അതുകൊണ്ട് 2 പേപ്പർ സോപ്പ് വീതം ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടാവും. അപ്പോൾ അവരൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇത് വർക്കാവുന്നുണ്ട് കേട്ടോ. കുറച്ച് പേപ്പർ സോപ്പ് കൂടെ എടുക്കാം. അതാവുമ്പോൾ നന്നായിട്ട് പത വന്നോളൂ. അപ്പോൾ കുറേ പേപ്പർ സോപ്പ് എടുത്ത് ഞാൻ കൈ കഴുകും. എനിക്ക് കുറേ പേപ്പർ സോപ്പ് ഇട്ട് കൈ കഴുകുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഏകദേശം അതൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ മതി. നല്ല മണമുണ്ട് കേട്ടോ. നല്ല മണമുണ്ട്. കഴുകിയപ്പോൾ അടുത്തിരിക്കുന്ന ഒരു തുണി വെച്ച് ഞാൻ തുടച്ചു. എന്താ നല്ല മണം. ഇത് ശരിക്കും വർക്കാവുമെന്ന് എനിക്കറിയില്ല. എന്നാൽ പിന്നെ നമുക്ക് ഒരു വട്ടം കൂടെ അങ്ങ് കഴുകാം എന്ന് പറയണു. കഴുകിക്കഴിഞ്ഞാൽ കഴുകിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ തോന്നും. എന്നാൽ പിന്നെ അങ്ങോട്ട് കഴുകിയേക്കാം. പതപ്പിച്ചങ്ങോട്ട് കഴുകാം കേട്ടോ. നന്നായിട്ട് പതയുന്നുണ്ട്. എല്ലാവരും കണ്ടല്ലോ. പിന്നെ പറയരുത് ഞാൻ പറ്റിച്ചാണെന്നൊന്നും പറയരുത് കേട്ടോ. പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ നമുക്ക് ജഗ് എടുത്ത് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് തുണി വെച്ച് ഒന്നിട്ട് തുടയ്ക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ ഞാൻ ഇതിൻ്റെ ടിപ്സൊക്കെ പറഞ്ഞുതരാം. എനിക്കിതിൽ 1 ടിപ്പ് മാത്രമേ അറിയുള്ളൂ. ഞാൻ ഇങ്ങനെ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട്. അത് ഇങ്ങനെ സോപ്പ് വെച്ച് പേപ്പർ സോപ്പ് ഇങ്ങനെ ഉണ്ടാക്കുക. സോപ്പ് ഇങ്ങനെ ഉരച്ചിട്ട് ഇങ്ങനെ പേപ്പറിൽ കുറച്ചിങ്ങനെ തേക്കുക. എന്നിട്ട് പേപ്പർ ചുമ്മാ കട്ട് ചെയ്താൽ മതി. കട്ട് ചെയ്ത് ഇങ്ങനെ വരും. ഇങ്ങനെയൊക്കെയാണ് കേൾക്കുന്നത്. പക്ഷെ ഞാൻ ഈ ഉപയോഗിക്കുന്നത്, നിങ്ങൾ വിചാരിക്കും ഈ ഉപയോഗിക്കുന്നത് ടിഷ്യൂ ആണ്. പക്ഷെ ടിഷ്യൂ അല്ല ഗൈസ്. ഞാൻ പറഞ്ഞു തരാം ഇത് ഏത് പേപ്പറാണ്. ഇത് കണ്ടോ? ഉണ്ട് ഈ ഒരു കട്ടിയുള്ള പേപ്പറാണ് ഞാൻ ഈ പേപ്പർ സോപ്പ് ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഒറ്റ ഊതി തന്നെ പറക്കും. ഇതോ കണ്ടോ എത്ര ഊതൽ വേണം. ഇത്രയും കട്ടിയുള്ള പേപ്പറാണ് നമ്മൾ ഇത്രയും ലൂസാക്കി എടുത്തത്. അതിൻ്റെ ടിപ്സ് ഞാനൊരു ഫോണിൽ നോക്കിയാണ് ഉണ്ടാക്കിയത്. അതെങ്ങനെയാണെന്ന് ഞാൻ മറന്നുപോയി. അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയാം. അങ്ങനെ തന്നെയാണ് കേട്ടോ. സ്റ്റിക്കി നോട്ട് ഇതാണെങ്കിൽ ഫസ്റ്റ് ഞാൻ ഉണ്ടാക്കി, പക്ഷെ അത് കൊളായിപ്പോയി. ഇത് പശയൊന്നും വരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നമുക്ക് ഒരു വിഷമമായിട്ട് നമ്മളിതാ അടുത്ത സാധനം ഉണ്ടാക്കിട്ടോ. ഇത് നന്നായിട്ട് ഒട്ടുന്നുണ്ടായിരുന്നു. ഇതാകണ്ടോ ഒട്ടുന്നുണ്ട് പേപ്പർ സോപ്പ് എന്നിട്ടോ. ഇത് സ്റ്റിക്കി നോട്ട്. അപ്പോൾ നമ്മൾ സ്റ്റിക്കി നോട്ടിന് എന്താ ചെയ്തതെന്നറിയോ? നമ്മളിങ്ങനെ സ്റ്റിക്കി നോട്ട് ഈ പേപ്പറൊക്കെ കട്ട് ചെയ്ത്, ഇതൊരു സ്പെഷ്യൽ പേപ്പറാണ്. അങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ ടേപ്പ് വെച്ച് അതിൻ്റെ മണ്ടയിൽ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഒട്ടിച്ചു. എന്നിട്ട് ഇതിൻ്റെ മണ്ടയിൽ ഇങ്ങനെ ഒട്ടിച്ചൊടിച്ച് കൊടുത്തു. അല്ല, ഇങ്ങനെ പേപ്പറിൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെ ഒട്ടിച്ചൊടിച്ച് കൊടുത്തു. എന്നിട്ട് ഈ ഒരു ഇത് കണ്ടോ, ഇതിങ്ങനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തു.
എന്നിട്ട് ഇതിങ്ങനെ വെച്ചു. എന്നിട്ട് ഇതിങ്ങനെ വലിയൊരു ഇതിങ്ങോട്ട് വെച്ചു. ഇങ്ങനെ 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 ടേപ്പ് ഒട്ടിച്ചു കൊടുത്തു. അത്രേ ഉള്ളൂ, സിമ്പിളാണ്. ഇപ്പം നമ്മൾ ഈ 2 ടിപ്സും അറിഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾക്ക് ഈ പേപ്പർ സോപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഇഷ്ടമാണ്? കമൻറ്റ് ചെയ്യണം കേട്ടോ. ആരൊക്കെ പേപ്പർ സോപ്പ് ഉപയോഗിച്ചിട്ടുണ്ടെന്നും കമൻറ്റ് ചെയ്യണം. ഉപയോഗിച്ചിട്ടുള്ളവർ പേപ്പർ സോപ്പ് എന്ന് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ഇടണേ. അത് നമുക്ക് ഈ ഒരു ഇത് വർക്കാവുമോ എന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഇത് നാളെ ഫ്രണ്ട്സിൻ്റെ മുന്നിൽ ഒന്ന് ഷൈൻ ചെയ്യാനുള്ള ഇതാണ്, ഷൈൻ ചെയ്യാനുള്ള പേപ്പർ സോപ്പാണിത്. അങ്ങനെ ഷൈൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവരെ ഷൈൻ ചെയ്ത് കൊല്ലും. ഫ്രണ്ട്സിൻ്റെ മുന്നിൽ പോയി കുറച്ച് ഷോ ഒക്കെ എടുക്കാം. ഇപ്പം അവരെങ്ങാനും ഈ വീഡിയോ കാണുവാണെങ്കിൽ ടൂറിന് വരുമ്പോഴത്തേക്ക് എന്നെ ശരിയാക്കും കേട്ടോ. അവരിത് കാണണ്ട, ശരിയാക്കും എന്നെ. നീ എന്താടി ഇങ്ങനെ വ്ലോഗ് ഇട്ടത്, ഞങ്ങളെ കുറിച്ചൊക്കെ ഇട്ടതെന്നൊക്കെ കുറേ പറയും. ചിലപ്പോൾ ഞങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അതും ഇതൊക്കെ പറഞ്ഞ് പിണങ്ങാനുണ്ട്. നിങ്ങൾക്കും ഫ്രണ്ട്സൊക്കെ ഉണ്ടോ? ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് വെള്ളം ഒഴിച്ചാൽ കൂടിപ്പോവും, വെള്ളം ഒഴിച്ചില്ലെങ്കിലും കൂടിപ്പോവും. ഞാൻ വെള്ളം ഒഴിച്ചത് കൂടിപ്പോയെന്ന് തോന്നുന്നു. ഇപ്പം നമ്മൾ അടുത്ത പേപ്പർ സോപ്പ് എടുക്കുന്നു. അല്ല, കുറഞ്ഞു പോയെന്ന് തോന്നുന്നു. ഈ പേപ്പർ സോപ്പ് എടുത്താൽ തുള്ളി ഒഴിച്ചുള്ളൂ. കുറച്ച് നേരം ഒഴിച്ചിട്ടോ. നമ്മൾ തേച്ച് ഒരെണ്ണം തേച്ചപ്പോഴത്തേക്ക് ഇത്രയും പതയായി. അങ്ങനെ നമ്മൾ പേപ്പർ സോപ്പ് ഉണ്ടാക്കിയിരിക്കുന്നു. ഞാനിങ്ങനെ പേപ്പർ സോപ്പ് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യും. നിങ്ങൾ പേപ്പർ സോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് പേപ്പർ സോപ്പ്, അല്ലെങ്കിൽ ഞാൻ മേടിച്ചിട്ടുണ്ട്, ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഉള്ളവർ അങ്ങനെയൊക്കെ ഒന്ന് മെസ്സേജ് ഇട്ടേക്കണം. എന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഇട്ടേക്കണം കേട്ടോ. ഇങ്ങനെ ഇതിൻ്റെ അപ്പുറം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ബ്രൗൺ കാണുന്ന ഞാൻ ഡിസൈൻ ചെയ്താണ് കേട്ടോ, അല്ലാതെ വേറെ ഒന്നുമല്ല. പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി വേറെ എന്താ ഉള്ളത്? നമ്മൾ ടൂർ പാക്കിംഗ് ഒക്കെ നമുക്ക് കാണിച്ചു തരാം. പാക്കിംഗ് ആയിട്ട് വേറെ ഒന്നുമില്ല. അമ്മയ്ക്ക് ഈവനിങ് ആയിരുന്നു, അപ്പോൾ അമ്മ രാത്രി വരും. ആ സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാം കേട്ടോ. അങ്ങനെ എല്ലാവർക്കും ഇനിയും നാളെ ടൂറിന് പോയ ശേഷം കാണാലോ. അതിനു മുമ്പും ഞാൻ കാണുമേ, ഒന്ന് വിളിച്ചാൽ മതി, ഞാൻ പറഞ്ഞെത്തു കേട്ടോ. ഒരു കാര്യം പറഞ്ഞു, ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.